Hi everyone, welcome to my classroom. Today we are going to discuss a new chapter, unit costing. Okay. The meaning and definition of unit costing. Unit costing is known as output costing or single output costing, or simply it means single costing. Unit costing is followed by the concern which produces a single product on large scale continuously. The cost units are identical cost. Moreover, the products are having uniform homogeneous character. This product is not produced through continuous process. Under this method, the total cost incurred is divided by the total production to determine the cost per unit. Moreover, the cost is collected element wise and cost of each element is divided by the total production to determine the cost per unit of each element. Unit costing is successfully followed in the production of homogeneous products like bricks, pencil, pen, books, computer, laptop and like. Then unit കോസ്റ്റിങ്ങിന് വേറൊരു പേരാണ് ഔട്ട്പുട്ട് കോസ്റ്റിംഗ്, അതുപോലെ സിംഗിൾ കോസ്റ്റിംഗ്. ഈ യൂണിറ്റ് കോസ്റ്റിംഗ് എന്നുള്ള ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്ന ഓർഗനൈസേഷനാണ്. ആ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആയിരിക്കും. സിംഗിൾ പ്രോഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസാണ് യൂണിറ്റ് കോസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ദെൻ യൂണിറ്റ് കോസ്റ്റിങ്ങിൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് യൂണിറ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്തത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ യൂണിറ്റിൻ്റെ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഈ ഒരു മെത്തേഡിൽ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ എലമെൻറ്റ് വൈസ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ്, ലേബർ കോസ്റ്റ് എത്രയാണ്, അതർ എക്സ്പെൻസസ് എത്രയാണ്, അതൊക്കെ ഓരോ യൂണിറ്റിനും എത്ര വന്നു എന്നുള്ളതും യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഹൊമോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, അതായത് ബ്രിക്സ് ആണെങ്കിൽ ബ്രിക്സ് മാത്രം മാനുഫാക്ചർ ചെയ്യാണ് ബൾക്കായിട്ട്, പെൻസിലാണെങ്കിൽ അങ്ങനെ ഓരോ എക്സാമ്പിൾ പറയാം. ബുക്സ് ആണെങ്കിൽ ബുക്സ് മാനുഫാക്ചർ ചെയ്യുന്നത് അത് സിംഗിൾ യൂണിറ്റ് പ്രോഡക്റ്റ് അവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓപ്പറേഷൻ ഉണ്ടാവും, ലാർജ് സ്കെയിലായിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് യൂണിറ്റ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാറുള്ളത്. According to Walter W. Big, unit costing method is a method of costing applied to ascertain the cost per unit of production, whereas standard and identical products are manufactured. ഒരേതരം പ്രോഡക്റ്റിൽ സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്ഥാപനം അവർ ടോട്ടൽ എന്താ പറയുക, അവർ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രൊഡക്ഷൻ യൂണിറ്റ് ചെയ്തുകൊണ്ട് കോസ്റ്റ് പെർ യൂണിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഡെഫിനിഷനിൽ എന്താണ് പറയുന്നത്, യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്, കോസ്റ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത് അപ്ലൈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ടു അസർട്ടൈൻ കോസ്റ്റ് പെർ യൂണിറ്റ്, കോസ്റ്റ് പെർ യൂണിറ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് എന്തിൻ്റെ മുകളിലാണ് കാണുന്നത്, പ്രൊഡക്ഷൻ്റെ മുകളിൽ എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്ത് അതിലൊരു സിംഗിൾ പ്രോഡക്റ്റിന് എത്രയാണോ കോസ്റ്റ് എന്നുള്ളത് അസർട്ടൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സിംഗിൾ പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കും, ഐഡൻറ്റിക്കൽ പ്രോഡക്റ്റ് ആയിരിക്കും മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ കോസ്റ്റ് അക്യുമുലേഷൻ പ്രൊസീജിയർ ഇൻ യൂണിറ്റ് കോസ്റ്റിംഗ്. യൂണിറ്റ് കോസ്റ്റിങ്ങിൽ വരുന്ന കോസ്റ്റ് അക്യുമുലേഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദി വാല്യൂ ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. മെറ്റീരിയൽ കൺസ്യൂം ചെയ്തിട്ടുള്ളതിൻ്റെ വാല്യൂ എത്രയാണ്, കോസ്റ്റ് എത്രയാണെന്നുള്ളത് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്, ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽ റിക്വസിഷൻ സ്ലിപ്പ് ഈസ് ദ ബേസിസ് ഫോർ കളക്ടിങ് ദി വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസംഷൻ. എത്രത്തോളം റോ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവരെങ്ങനെയാണ് ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്, മെറ്റീരിയൽ റിക്വസിഷൻ സ്ലിപ്പിൽ നിന്നാണ്. മെറ്റീരിയൽ വാങ്ങുമ്പോൾ ആ സ്ലിപ്പിൽ നിന്നാണ് എത്ര മെറ്റീരിയൽ അവർ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദി മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ഓൺലി ഓൺ ദി ബേസിസ് ഓഫ് ഓതറൈസ്ഡ് മെറ്റീരിയൽ റിക്വസിഷൻ സ്ലിപ്പ്. മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്, എത്ര മെറ്റീരിയൽ വേണം എന്നുള്ളതിന് റിക്വസ്റ്റ് എഴുതി അത് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ ഒരു റിക്വസിഷൻ സ്ലിപ്പിൽ ഉണ്ടായിരിക്കും ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ എത്ര അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. The authorization slip discloses the details of quantity of material with the value in various grades and types. പലതരം മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, പല ഗ്രേഡിലുള്ള മെറ്റീരിയൽ, പലതരം മെറ്റീരിയൽ ഉണ്ടായിരിക്കും, അതിൻ്റെ വാല്യൂയും ക്വാണ്ടിറ്റിയും ഈ സ്ലിപ്പിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്ലിപ്പിൽ നിന്ന് നമുക്ക് വാല്യൂ ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും.
നെക്സ്റ്റ് കോസ്റ്റ് അക്യുമുലേഷൻ പ്രൊസീജിയറിൽ വരുന്ന നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ലേബറാണ്. ലേബേഴ്സിന് വരുന്ന കോസ്റ്റ് വേജസ്. ദി ലേബർ ഈസ് ഡിവൈഡ് ഇൻ ടു 2 category, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. If the workers are directly engaged in manufacturing activities, they are treated as direct labor and can be identified and calculated the direct labor with the help of production details. Production details നിന്ന് ഡയറക്റ്റ് ആയിട്ട് എൻഗേജ് ചെയ്തിട്ടുള്ള വർക്കേഴ്സിന് എത്ര പേയ്മെൻറ്റ് കൊടുത്തു എന്നുള്ളത് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. എ ഫ്യൂ വർക്കേഴ്സ് ആർ എൻഗേജ്ഡ് ഇൻ ജനറൽ ഫാക്ടറി ആക്ടിവിറ്റീസ്. ചില വർക്കേഴ്സ് ജനറൽ ആയിട്ടുള്ള ഫാക്ടറി മാറ്റേഴ്സിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ദേ ക്യാൻ ബി പുട്ട് എ സെപ്പറേറ്റ് കാറ്റഗറി ഇൻ വേജ് ഷീറ്റ്. ഒരു വേജ് ഷീറ്റിൽ ഒരു സെപ്പറേറ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. എങ്ങനെയാലും ഈ ലേബർ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഡീറ്റെയിൽസിൻ്റെ ഒക്കെ ബേസിലാണ്, വേജ് ഷീറ്റിൻ്റെ ഒക്കെ ബേസിലാണ്. ദെൻ ഓവർഹെഡ്. ഓവർഹെഡ്സ് ആർ ക്ലാസിഫൈഡ് ഓൺ ഫങ്ഷണൽ ബേസിസ് ഫോർ യൂണിറ്റ് കോസ്റ്റിംഗ്. യൂണിറ്റ് കോസ്റ്റിങ്ങിൽ ഓവർഹെഡ് ക്ലാസിഫൈ ചെയ്യുന്നത് ഫങ്ഷൻസിൻ്റെ ബേസിലാണ്. ദി ഫാക്ടറി ഓവർഹെഡ്, പ്രൊഡക്ഷൻ ഓവർഹെഡ്, ഫാക്ടറി ഓർ പ്രൊഡക്ഷൻ രണ്ടും ഒന്ന് തന്നെയാണ്. ഫാക്ടറി ഓവർഹെഡ് ഓർ പ്രൊഡക്ഷൻ ഓവർഹെഡ് ഓർ മാനുഫാക്ചറിങ് ഓവർഹെഡ്, മൂന്നും ഒരൊറ്റ ടേമാണ്. ദെൻ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. ഓക്കെ, അതിൽ തന്നെ ജനറൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓവർഹെഡ് എന്നൊക്കെ പറയാറുണ്ട്. ദെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഇങ്ങനെ ഓവർഹെഡിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ് യൂണിറ്റ് കോസ്റ്റിങ്ങിൽ ചെയ്തിട്ടുള്ളത്. ദീസ് ഓവർഹെഡ്സ് ആർ റിക്കവേർഡ് ഓൺ പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ഫോർ ദി കോസ്റ്റ് അക്കൗണ്ടിങ് പർപ്പസ്. ദെൻ ദി ആക്ച്വൽ ഓവർഹെഡ് ഇൻകേർഡ് ആർ കളക്റ്റഡ് ഫ്രം ദി ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. എത്ര ഓവർഹെഡ് ഓരോ കാറ്റഗറിയിലും വന്നു എന്നുള്ളത് ഫിനാൻഷ്യൽ റെക്കോർഡിൽ നിന്ന് കളക്ട് ചെയ്യും. ദി കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആർ പ്രിപ്പയർഡ് അറ്റ് ഷോർട്ട് ഇൻ്റർവൽസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രീ ഡിറ്റർമിൻഡ് ഓവർഹെഡ് റേറ്റ്. മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഓവർഹെഡ് റേറ്റിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്? കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഈസ് what are the objectives of unit costing or output costing? First one is to know the total cost of production. മാനുഫാക്ചറിങ് കോസ്റ്റിൻ്റെ ടോട്ടൽ എത്രയാണ്, ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ്, പ്രൊഡക്ഷന് വന്നിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് എത്ര വന്നു എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. To classify cost under related categories such as prime cost, work cost, etc. കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നു. എങ്ങനെയാണ്? പ്രൈം കോസ്റ്റ്, വർക്ക് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓരോ കാറ്റഗറിയിലും എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ടു ഡിറ്റർമൈൻ ദി എഫക്റ്റ് ഓഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് കോസ്റ്റ്. ഓരോ എലമെൻറ്റ് ഓഫ് കോസ്റ്റിൻ്റെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ എത്രത്തോളം കോസ്റ്റ്, മെറ്റീരിയൽ, ലേബറോ, അങ്ങനെ ഓരോന്നിലും എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. ടു കമ്പയർ കോസ്റ്റ് ഡ്യൂറിങ് 2 or more പീരീഡ്. രണ്ടോ അതിൽ കൂടുതലോ വന്നിട്ടുള്ള കോസ്റ്റ് കമ്പയർ ചെയ്യാൻ സാധിക്കും. ടു ഡിറ്റർമൈൻ ദി proposed setting price to earn selling price to earn desired profit. ഡിസൈഡ് പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള സെല്ലിംഗ് പ്രൈസ് എത്ര എന്നുള്ളത് നമുക്ക് സെല്ലിംഗ് പ്രൈസ് ആണ് കേട്ടോ. സെറ്റിംഗ് പ്രൈസ് പറയുമ്പോൾ പ്രൈസ് സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, സെല്ലിംഗ് പ്രൈസ് സെറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് നമുക്ക് പ്രപ്പോസ് ചെയ്യുന്ന സെല്ലിംഗ് പ്രൈസ് എത്ര എന്നുള്ളത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സെല്ലിംഗ് പ്രൈസ്. ടു ഡിറ്റർമൈൻ ദ ടെൻഡർ പ്രൈസ്. അതുപോലെ ടെൻഡർ പ്രൈസ് കോസ്റ്റ് ഡാറ്റൻ്റെ ബേസിൽ, ഫ്യൂച്ചർ പ്രോസ്പെക്റ്റിൻ്റെ ബേസിൽ ടെൻഡർ പ്രൈസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനും ഈ യൂണിറ്റ് കോസ്റ്റിംഗ് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. മെത്തേഡ് ഓഫ് ഡിറ്റർമിനിങ് ദി യൂണിറ്റ് കോസ്റ്റ്. യൂണിറ്റ് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന 3 മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. കോസ്റ്റ് ഷീറ്റ്, സിമ്പിളായിട്ടുള്ള ഒരു കോസ്റ്റ് ഷീറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്, അതും ചെയ്യാറുണ്ട്. ദെൻ പ്രൊഡക്ഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഈ 3 ഫോമിലും നമുക്ക് യൂണിറ്റ് കോസ്റ്റിങ്ങിൽ യൂണിറ്റ് കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കോമ്പോണൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ഏതൊക്കെ കോസ്റ്റ് കോമ്പോണൻറ്റ്സ് ആണ് ഇതിൽ വരുന്നത്? ഒന്ന് പ്രൈം കോസ്റ്റ്. എന്താ പ്രൈം കോസ്റ്റ്? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, മൂന്നിൻ്റെയും കൂടെ സമ്മാണ് പ്രൈം കോസ്റ്റ്. ഈ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോഴാണ് ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ് കിട്ടുന്നത്. ഈ വർക്ക്സ് കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡും ആഡ് ചെയ്യും. അപ്പോൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് അതിനെ വിളിക്കുക. അതിനുശേഷം ഈ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റിൻ്റെ കൂടെ നമുക്ക് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ കോമ്പണൻറ്റ് ഓഫ് കോസ്റ്റിൽ 4 ഉണ്ട്. പ്രൈം കോസ്റ്റ്, ഫാക്ടറി ഓർ വർക്ക് കോസ്റ്റ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ലാസ്റ്റ് വൺ ടോട്ടൽ കോസ്റ്റ്. ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇതും നമുക്ക് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. Then what is the prime cost? It is the main element of cost of any product. It is known as direct cost, first cost, flat cost. Okay. What are the other names of prime cost? First one is direct cost, second one is first cost, and last one is flat cost. Then
പ്രൈം കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ക്ലിയർ അല്ലേ? ദെൻ വാട്ട് ഈസ് എ ഫാക്ടറി കോസ്റ്റ്? ഫാക്ടറി ഓവർ ഹെഡ്. വാട്ട് ഈസ് എ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദി സം ടോട്ടൽ ഓഫ് ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട്, മാനുഫാക്ചറിങ് റിലേറ്റഡ് ആയിട്ട്, ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനും കൂടി ചേർത്ത് നമ്മൾ വിളിക്കുന്നതാണ് ഫാക്ടറി ഓവർ ഹെഡ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എക്സ്പെൻസസ് വിച്ച് ആർ ഇൻഡയറക്റ്റ് നേച്ചർ and are incurred in factory or production process or in operating and controlling production activity. പ്രൊഡക്ഷൻ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുമ്പോൾ, ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ, ഫാക്ടറിയിൽ വരുന്ന ഇൻഡയറക്റ്റ് സ്വഭാവത്തിലുള്ള എല്ലാ എക്സ്പെൻസിനും ചേർത്ത് വിളിക്കുന്ന പേരാണ് ഫാക്ടറി ഓവർ ഹെഡ്. ക്ലിയർ? ദെൻ ഫാക്ടറി ഓവർ ഹെഡ്, ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക് കോസ്റ്റ്. ഹൗ ടു കാൽക്കുലേറ്റ് വർക്ക് കോസ്റ്റ്? പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ്. നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്ത പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഈ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക്സ് കോസ്റ്റ്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്. The expenses which are incurred in operating and controlling the business are included in office and administration cost. The expenses incurred on effective functioning and maintenance of business, policy creation and implementation are termed as office and administrative expenses. അപ്പോൾ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള, അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും കൂടെ ചേർന്നതാണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റുകളൊക്കെ റെൻറ്റ്, റേറ്റ്, ടാക്സ് ഓഫ് ഓഫീസ് ബിൽഡിംഗ്, എക്സ്പെൻസ് ഓൺ ലൈറ്റ് ആൻഡ് ക്ലീനിങ് ഓഫ് ഓഫീസ് പ്രിമൈസസ്. അപ്പോൾ ഓഫീസ് പ്രിമൈസസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ സം ടോട്ടലാണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്. ഇനി എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുക? നേരത്തെ നമ്മൾ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്ത് ഫാക്ടറി കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ടോട്ടൽ കോസ്റ്റാണ്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് അല്ലെങ്കിൽ ഓവർ ഹെഡ്. When selling and distribution overheads are added to the cost of production, then cost arrived is known as total cost. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് എങ്ങനെ അറൈവ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോസ്റ്റാണ് എന്താണ്? ടോട്ടൽ കോസ്റ്റ്. ഇപ്പോൾ എല്ലാ കോസ്റ്റും ആയി. പ്രൈം കോസ്റ്റ്, അതിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്തു, ഓഫീസ് ഓവർ ഹെഡ് ആഡ് ചെയ്തു, സെല്ലിംഗ് ഓവർ ഹെഡ് ആഡ് ചെയ്തു, എല്ലാം കൂടെ ആഡ് ചെയ്തു. ഏറ്റവും ലാസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. ദി എക്സ്പെൻസസ് ഓഫ് സെയിൽസ് ഓഫീസ്, സാലറി ആൻഡ് കമ്മീഷൻ അലൗഡ് ടു സെയിൽസ് മാനേജർ, ട്രാവലിംഗ് എക്സ്പെൻസ് ഓഫ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ്, ബാഡ് ഡെപ്റ്റ് ആൻഡ് പ്രൈസ് ലിസ്റ്റ്, സാമ്പിൾസ്, ഗിഫ്റ്റ്, ഡിസ്കൗണ്ട് അലൗഡ് ടു കസ്റ്റമേഴ്സ്. ഇതെല്ലാം ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസസും ഏതിൻ്റെ അണ്ടറിലാണ് വരിക? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസിൻ്റെ അണ്ടറിലാണ് വരിക. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റ് ഏതാ ഡയറക്റ്റായിട്ട് വരുന്ന 3 എക്സ്പെൻസാണ്. ഫാക്ടറി ഓവർ ഹെഡിൽ ഫാക്ടറിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ എക്സ്പെൻസും എഴുതണം. ഓഫീസ് ഓവർ ഹെഡിൽ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസും എഴുതണം. ദെൻ ലാസ്റ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഈ എക്സാമ്പിൾസൊക്കെ നന്നായി പഠിച്ചു വയ്ക്കുക. ഇങ്ങനെയുള്ള ഐറ്റംസാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൽ വരുന്നത്. ഇനി നമുക്ക് യൂണിറ്റ് കോസ്റ്റിങ്ങിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് കോസ്റ്റ് ഷീറ്റാണ്. What is a cost sheet? It is a statement which is used to determine the total cost of goods produced in a specific period and in which total cost per unit and cost incurred at various stages from manufacturing a product to the stage of making it saleable are shown. കോസ്റ്റ് ഷീറ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗൂഡ്സ് പ്രൊഡ്യൂസ്ഡ്, ഒരു പ്രൊഡ്യൂസ് ചെയ്ത ഗൂഡ്സിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഒരു സ്പെസിഫിക് പീരീഡിൽ പ്രിപ്പയർ ചെയ്യും. അതിൽ ടോട്ടൽ കോസ്റ്റും കോസ്റ്റ് പെർ യൂണിറ്റും ഫൈൻഡ് ഔട്ട് ചെയ്യും. ഡിഫറെൻറ്റ് സ്റ്റേജസിൽ കോസ്റ്റ് എത്ര വന്നു ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്നുള്ളത്, അത് സെയിൽ ആവുന്നത് വരെ, സെയിൽ ഫോം എത്തുന്നത് വരെ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനും കൂടെ ആഡ് ചെയ്തിട്ട് സെയിൽ ചെയ്യേണ്ട ആ ഫോമിലെത്തും വരെ ആ ഓരോ സ്റ്റേജിലും എത്ര കോസ്റ്റ് വന്നു എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കോസ്റ്റ് ഷീറ്റ്.
Then definition. Cost sheets are prepared for the use of management and consequently they must include all essential details which may assist the manager in judging the efficiency of production. പ്രൊഡക്ഷൻ എഫിഷ്യൻസി ജഡ്ജ് ചെയ്യാൻ മാനേജറെ ഹെൽപ്പ് ചെയ്യും വിധത്തിലുള്ള എല്ലാ എസെൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ യൂസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒന്നാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇൻ ദി ചാപ്റ്റർ യൂണിറ്റ് കോസ്റ്റിംഗ്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.